നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 161 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് നമുക്ക് 162 ശ്ലോകം മുതൽക്ക് വായിക്കാം. ചൊല്ലേണം നാമമെന്നുള്ളതു പലരുമറിഞ്ഞും പറഞ്ഞും കഴിഞ്ഞാൽ ചൊല്ലിയിടുന്നോർ കനക്കെ കുറയുമതു മഹാപാപമെന്നും പ്രസിദ്ധം. ചൊല്ലിയിട്ടെന്തെന്നു മറ്റുള്ളവർകൾ പരിഹസിച്ചാൽ നമുക്കല്ല ദുഃഖം. ചൊല്ലേറും വ്യാസനും പാർത്ഥനുരഥതുരകം മേച്ചുമേവും നിനക്കും. ഇവിടെ എന്താ പറയണ വെച്ചാൽ, നാമം ചെല്ലണം എന്നുള്ളത് പലരും അറിഞ്ഞും പറഞ്ഞും കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നാമം ചെല്ലണം, നാമം ചെല്ലുന്നത് അത്യാവശ്യമാണ് എന്നൊക്കെ പലർക്കും അറിയാം. പിന്നെ മറ്റുള്ളവരോട് നാമം ചെല്ലണം നിങ്ങൾ എന്നൊക്കെ പലരും ഉപദേശിക്കാറുമുണ്ട്. എന്നാൽ ശരിക്ക് നാമം ചെല്ലുന്നവര് വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്ന്. അതാണ് ചൊല്ലിയിടുന്നോർ കനക്കെ കുറയും. അതായത് നാമം ചെല്ലണം എന്നും അറിയാം, ചെല്ലണം എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അത് ഈ നാമസങ്കീർത്തനം ചെയ്യുന്നവര് വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ടും മറ്റുള്ളവരെ ഉപദേശിച്ചിട്ടൊക്കെ നാമം ചെല്ലാതിരിക്കുന്നത് വലിയ പാപാണ് എന്ന് വളരെ പ്രസിദ്ധമാണല്ലോ. പിന്നെ ചോദിക്കുകയാണ്, നീ ചൊല്ലിയിട്ട് എന്താണ്? നാമം ചൊല്ലിയപ്പോ എന്താ പ്രയോജനം? നാമം ചെല്ലിയാലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് വരാളതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാമം ചെല്ലുന്നവരെ പരിഹസിക്കുന്നവരും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പരിഹസിച്ചാൽ അതുകൊണ്ടുള്ള ആ ദുഃഖം എനിക്കല്ല ഉണ്ടാവുക എന്നാണ് പൂന്താനം തിരുമേനി പറയുന്നത്. പിന്നെ ആർക്കാ? ചൊല്ലേറും വ്യാസനും പാർത്ഥനുരഥതുരകം മേച്ചുമേവും നിനക്കും. ഏറ്റവും കീർത്തിമാനായിട്ടുള്ള വ്യാസനും, അതായത് ഈ നാമസങ്കീർത്തനത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പുരാണങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള വ്യാസഭഗവാനും പാർത്ഥന്, അതായത് അർജുനന് രഥതുരകം മേച്ചുമേവും, ആ അർജുനന്റെ ആ തേർക്കുതിരയെ തെളിക്കുന്ന നിനക്കുമാണ്, ശ്രീകൃഷ്ണ ഭഗവാനുമാണ് ഇതിന്റെ ദുഃഖം ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഈ നാമം ചെല്ലണ്ട, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് എനിക്കല്ല അതുകൊണ്ടുള്ള ദോഷം ഉണ്ടാവുക, അപഖ്യാതി എനിക്കല്ല, അത് ആർക്കാ ഉണ്ടാവുക? ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള വ്യാസ ഭഗവാനും അവിടത്തേക്കും ശ്രീകൃഷ്ണ ഭഗവാനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇങ്ങനെ പരിഹസിച്ചാലൊന്നും ഈ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നവർക്ക് ഒരു ദോഷവും പറ്റില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ആർക്കാനും വഴി പോലെയുണ്ടു മടി കൂടാതെ മനസ്സെങ്കിലോ കീർത്തിക്കാമതിനായി അനേക വിധമായി തീർത്തോരു സങ്കീർത്തനം. പാർത്താലൊക്കെ വൃഥാ പ്രയത്നരഹിതം കീർത്തിപ്പതിന്നാഗ്രഹം പേർത്തും മേലിതു നാസ്തിയായി വരുമതിൻ മുൻപേ മരിക്കേണമേ. ഇവിടെ എന്താ പറയണ വെച്ചാൽ, ഈ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാൻ താല്പര്യം കുറയും മുൻപ് തന്നെ മരിക്കാനിടയാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ആദ്യത്തെ വരി. ആർക്കാനും വഴി പോലെയുണ്ടു മടി കൂടാതെ മനസ്സെങ്കിലോ. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വഴി പോലെ, അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി സഞ്ചരിക്കാം എന്നുള്ള ഒരു വഴി ഉണ്ടല്ലോ, അതുപോലെ എന്ത് വിധ ചിന്തകൾക്കും നമ്മുടെ മനസ്സിൽ കയറി നിരങ്ങാം എന്നർത്ഥം. അങ്ങനെയാണ് മനസ്സ് എങ്കിൽ കീർത്തിക്കാം അതിനായി അനേകവിധമായി തീർത്തോരു സങ്കീർത്തനം. അപ്പോ ഇങ്ങനെ മനസ്സിൽ ആർക്കും എപ്പോഴും കയറി വരാലോ ഏത് ചിന്തകൾക്കും. അങ്ങനെയുള്ള മനസ്സിനെ, ആ ദുഷ്ചിന്തകൾ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പല വിധത്തില് ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള കീർത്തനങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ കീർത്തനങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കാം. പിന്നത്തെ വരി, പാർത്താലൊക്കെ വൃഥാ പ്രയത്നരഹിതം കീർത്തിപ്പതിന്നാഗ്രഹം പേർത്തും മേലിതു നാസ്തിയായി വരുമതിൻ മുൻപേ മരിക്കേണമേ. ശരിയായി നോക്കിയാൽ, അതായത് ഒന്ന് ശരിയായിട്ട് ആലോചിച്ചാൽ ഇതൊക്കെ വൃഥാന്ന് വെച്ചാൽ വെറുതെയാണ്. അതായത് നമ്മൾ ഈ കീർത്തിക്കുന്ന ഭഗവത് രൂപങ്ങളും ഈ കീർത്തനങ്ങളൊക്കെ മിഥ്യയാണ് എന്ന് തോന്നി, എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവാത്മാവും പരമാത്മാവും ഇതെല്ലാം ഒന്നാണെന്ന് തോന്നിയാൽ പിന്നെ എന്തിനാ നാമം ചെല്ലണ എന്നൊരു തോന്നല് വന്നാൽ
ആ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നാമസങ്കീർത്തനത്തിന്റെ താല്പര്യം കുറയുകയായി. അപ്പോൾ അങ്ങനെ ആ നാമസങ്കീർത്തനത്തിനുള്ള താല്പര്യം ഇല്ലാതെയായിട്ട് വരുന്നതിന് മുൻപ് ഞാൻ മരിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് എനിക്ക് ഇവിടെ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്നുള്ള തോന്നല്, അതായത് ഭഗവാനും ഞാനും ഒക്കെ ഒന്നാണ് എന്ന് വന്ന ആത്മസാക്ഷാത്കാരം ലഭിക്കുക എന്നൊക്കെ പറയില്ലേ, അതിലും എത്രയോ ശ്രേഷ്ഠമാണ് ഈ നാമസങ്കീർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഇനി അല്ല ഭഗവാന്റെ ഈ നാമങ്ങൾ സ്തുതിക്കാൻ പഠിച്ചിട്ട് അതിനൊന്നും പരിശ്രമിക്കാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഞാൻ മരിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും അറിയില്ല. എന്തായാലും നാമം ചൊല്ലാതിരിക്കണേക്കാട്ടിലും നല്ലത് മരണമാണ് എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത്. ഇന്ന് വായിച്ച 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. ചൊല്ലേണം നാമമെന്നുള്ളതു പലരുമറിഞ്ഞും പറഞ്ഞും കഴിഞ്ഞാൽ ചൊല്ലിയിടുന്നോർ കനക്കെ കുറയുമതു മഹാപാപമെന്നും പ്രസിദ്ധം. ചൊല്ലിയിട്ടെന്തെന്നു മറ്റുള്ളവർകൾ പരിഹസിച്ചാൽ നമുക്കല്ല ദുഃഖം. ചൊല്ലേറും വ്യാസനും പാർത്ഥനുരഥതുരകം മേച്ചുമേവും നിനക്കും. ആർക്കാനും വഴി പോലെയുണ്ടു മടി കൂടാതെ മനസ്സെങ്കിലോ കീർത്തിക്കാമതിനായി അനേകവിധമായി തീർത്തോരു സങ്കീർത്തനം. പാർത്താലൊക്കെ വൃഥാ പ്രയത്നരഹിതം കീർത്തിപ്പതിനാഗ്രഹം പേർത്തും മേലിതു നാസ്തിയായി വരുമതിൻ മുൻപേ മരിക്കേണമേ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ